അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ഇസ്രായിലെ 9 മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. 9-ാമത്തെ ആയത്ത് ആരംഭിക്കുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. നിങ്ങളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഏറ്റവും ഉത്തമമായതിലേക്കാണ് നിങ്ങളെ വഴികാണിക്കുക, നിങ്ങൾക്ക് കാണിച്ചു തരിക. ലോകത്ത് സാധാരണഗതിയിൽ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ മുഖവുരയിലെല്ലാം പറയുക, ഈ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വായനക്കാർ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരണം, എനിക്ക് കത്തയക്കണം എന്നെല്ലാ ഗ്രന്ഥകാരനും എഴുതും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായിട്ടൊരു ഗ്രന്ഥമാണ് വ്യത്യസ്തമായി അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, ഈ ഗ്രന്ഥത്തിൽ ഒരു സംശയവുമില്ല, ഒരു മിസ്റ്റേക്കും ഇല്ല, ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. അതാണ് ഖുർആനെ പറ്റി പറഞ്ഞ ആദ്യത്തെ കാര്യം. പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അലിഫ് ലാം മീം പറഞ്ഞ ഉദ്ദേശം? അലിഫ് ലാം മീം പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? അല്ലാഹു ആരോ പറഞ്ഞ? അല്ലാഹു ആലം. ആ അലിഫ് ലാം മീം എന്നത് നമുക്കറിയാവുന്ന അറബി അക്ഷരങ്ങളാണ്. ഈ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിലെ അറബികൾ അറബി സാഹിത്യത്തിലും അറബി ഭാഷയിലും എല്ലാം അഗ്രഗണ്യരായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ 3 അക്ഷരങ്ങൾ, പക്ഷെ ആ അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾ അറിവില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ അടുക്കലാണ് പരിപൂർണമായിട്ടുള്ള അറിവുള്ളത് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ഈ ഖുർആനിൽ ഒരു തിരുത്തോ സംശയമോ ഒന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം പറയുന്നത് ഹുദല്ലിൽ മുത്തഖീൻ, ജീവിതത്തിൽ തഖ്വ ഉണ്ടാവണം, സൂക്ഷ്മത ഉണ്ടാവണം, ഭയഭക്തി ഉണ്ടാവണം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതാണ്, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത്. ഹുദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇരുട്ടുള്ള വഴി കൂടി നടക്കുന്ന സമയത്ത് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടി ഒരു വെളിച്ചം കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തെയാണ് ഹുദ എന്ന് പറയുക, വഴി കാണിച്ചിരുന്നത്. തഖ്വ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വഴി കാണിച്ചത്. അപ്പോൾ ഈ അക്വം ഏറ്റവും നല്ലതിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുക. അത് നമ്മുടെ കുടുംബ മേഖലയിലാകട്ടെ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലാകട്ടെ, നമ്മുടെ സാമൂഹിക വ്യവഹാരങ്ങളിലാകട്ടെ, നമ്മുടെ രാഷ്ട്രീയ സെറ്റപ്പുകളിലാകട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ രീതികളിലാകട്ടെ, എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ലത് ഏതൊക്കെയാണോ അതിലേക്കാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. ഖുർആനെ പറ്റി പറഞ്ഞ 2 സംസാരങ്ങൾ എപ്പോഴും നല്ല ഓർമ്മയിലുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യമായിട്ട് ഖുർആൻ ഹിഫ്ളൊക്കെ പൂർത്തിയായതിനു ശേഷം കിതാബ് ശരിയ പഠിക്കാൻ പോവല്ലോ. ശരിയ പഠിക്കാൻ വേണ്ടി ആദ്യത്തെ ക്ലാസ്സിൽ പോയിരുന്നത് അബ്ദുൽ അസീസ് ഉസ്താദിന്റെ ഖുർആൻ തർജുമയുടെ ക്ലാസ് ആയിരുന്നു. അന്ന് സൂറത്തുൻ നബ ആണ് ആരംഭിച്ചത്. അന്ന് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഉസ്താദ് പറഞ്ഞ ഒരു വരി ഉണ്ടായിരുന്നു. ഒരു വരി വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പുസ്തകത്തിൽ നിന്നെല്ലാം ഖുർആൻ വ്യത്യസ്തമാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ലക്ഷോപലക്ഷക്കണക്കിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ, നോവലുകളാകട്ടെ, കഥകളാകട്ടെ, സ്റ്റോറികളാകട്ടെ, ചരിത്രമാകട്ടെ, സയൻസ് ആകട്ടെ, ഇതെല്ലാം മനുഷ്യന്റെയാണ്, സൃഷ്ടികളുടെയാണ്. അതിൽ നിന്ന് ഖുർആനുള്ളൊരു അടിസ്ഥാനപരമായുള്ള വ്യത്യാസം അത് സൃഷ്ടാവിൻ്റെതാണ്. അതേ രീതിയിൽ അപ്പോൾ ആ സൃഷ്ടാവിൻ്റെ വരികളാണെന്നുള്ള ബോധ്യം എപ്പോഴും ഈ ഖുർആൻ വായിക്കുന്ന സമയത്തുണ്ടാണ്. ഇതേ രീതിയിലുള്ള ഒരു വാക്ക് സംസാരിക്കുക അടുത്ത് കേട്ടത് കേരളത്തിൽ നിങ്ങൾക്കൊക്കെ അറിയപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ്. പേര് പറയാം, സീതാ ഉസായിബ്. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളൊക്കെ നിങ്ങൾ വലിയ കൗതുകത്തോട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ഈ അടുത്ത് ഒരു ചാനൽ വഴിയായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വായനയെ രൂപപ്പെടുത്തിയത്, കൂടുതൽ വായിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാക്കിയതിനെ പറ്റിയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു. പറഞ്ഞു, എന്നിൽ ഒരു വായനക്കാരനെ വളർത്തിയെടുത്തത് എൻ്റെ ഉപ്പയാണ്. ഉപ്പ നല്ലൊരു വായനക്കാരനായിരുന്നു. പക്ഷെ ഉപ്പ ഏറ്റവും കൂടുതൽ വായിച്ചത് ഖുർആനായിരുന്നു. ഉപ്പ എന്നും ഖുർആൻ ഇങ്ങനെ ഊതുകയും ഖുർആന്റെ അർത്ഥവും ആശയമൊക്കെ വായിക്കുന്ന എൻ്റെ ചെറുപ്പം മുതലേ ഞാനിങ്ങനെ കാണായിരുന്നു. അതാണ് എന്നിൽ ഒരു വായന ഉണ്ടായത്. ഞാനും അത് നന്നായി ശീലിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടാവിനെയാണല്ലോ വായിക്കുന്നത്. ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ സൃഷ്ടാവിന്റെ വാക്കുകളാണല്ലോ വായിക്കുന്നത്.
വേറെ ആരുടെ വാക്കല്ലല്ലോ, റബ്ബിന്റെ വാക്കുകളല്ല. അതിനതിൻ്റെതായ ഗൗരവവും അതിനതിൻ്റെതായ ശ്രേഷ്ഠതയും അതിൻ്റെ പറയുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ആർജവും തെറ്റില്ലായ്മയും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഹിയാക്കും ഏറ്റവും ശരിയായതിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുക. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഖുർആൻ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. എന്താ സന്തോഷ വാർത്ത? അന്നലഹും അജ്റൻ കബീറ, അവർക്ക് വലിയ പ്രതിഫലമുണ്ട്, വണ്ണമായ പ്രതിഫലം, വലിയ പ്രതിഫലം. ആ പ്രതിഫലം എന്താന്ന് ഇവിടെ വിശദീകരിക്കുന്നില്ല, വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്ത. സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ആഖിറത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് എന്താ ഉള്ളത്? അവർക്കും സന്തോഷ വാർത്ത ഉണ്ട്. ഉദാഹരണത്തിന് കുരുത്തക്കേട് കളിക്കുന്ന ഒരു കുഞ്ഞിനോട് മാതാവ് പറയില്ല, നിനക്ക് ഞാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്, നീ വീട്ടിലേക്ക് വാ, നിനക്കൊരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ അള്ളാഹു പറയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താ അത്? അഅതദ്നാ ലഹും അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേദന, അലീം എന്ന അറബി പദത്തിന് കഠിന വേദനയുള്ളതെന്നാണ്. കഠിന ശിക്ഷയെ പറ്റി പറഞ്ഞ സമയത്ത് പല പദങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദീം, വലിയ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും പറയുന്ന ഒരു പദമാണ് വേദനയുള്ള ശിക്ഷ. വേദനയുള്ള ശിക്ഷ, ആ വേദന കൊള്ളും, ആ വേദന അനുഭവിക്കും. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞ ഖുർആനിലെ സൂറത്തു നിസായിൽ ആയത്താണ് ഏത്? നരകത്തിലെ ശിക്ഷ, ശരീരത്തിലെ തോലുകൾ കരിക്കപ്പെടും, കരിക്കപ്പെടുന്നതിനനുസരിച്ച് പുതിയ പുതിയ തോലുകളെ നൽകും. കാരണം തോലുകൾ കരിയുമ്പോഴാണ് മനുഷ്യന് വേദന അനുഭവിക്കുക. ശരീരത്തിലെ തോലുകളിലാണ് വേദന ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മുമ്പ് സൂചിപ്പിച്ചല്ലേ. നരകത്തിലെ ശിക്ഷയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ ത്വാലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന ആൾ അബൂ ത്വാലിബാണ്. ഹദീസ് സഹിയാണ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാപ്പ. അദ്ദേഹത്തിന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്, ഇത് പറയുന്നത് ഖുർആനാണ്, അള്ളാഹുവിന്റെ കലാമാണെന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? തന്റെ ജനതയെ അതൃപ്തിപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം വിശ്വസിച്ചില്ല. അദ്ദേഹം വലിയ നേതാവായിരുന്നു, ഗോത്രത്തലവനായിരുന്നു. ആ നാട്ടുകാരുടെ തന്റെ മരണത്തിന് ശേഷം തന്നെ പറ്റി കുറ്റം പറയും എന്നൊക്കെ പേടിച്ച് അദ്ദേഹം വിശ്വാസിയായില്ല. അപ്പൊ അദ്ദേഹത്തിനാണ് ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുക. എന്താ അദ്ദേഹത്തിന്റെ ശിക്ഷ? വഹുവ മുൻതഇലും ബിനഅലൈനി മിന്നാരിൻ, തീനാലുള്ള രണ്ട് ചെരുപ്പുകൾ അദ്ദേഹം ധരിച്ചിരിക്കും. യുഗ്ലാമിൻഹുമാ ദിമാഗുഹു, ആ ഇട്ട തീനാലുള്ള ചെരുപ്പിന്റെ പേരിൽ അയാളുടെ തലയോട്ടിക്കകത്തുള്ള തലച്ചോറും അതിങ്ങനെ തിളച്ചു മറിയും. ആ ചൂടുകാരനായിട്ട്, ചൂടുകാരൻ. ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അവസാനത്തിൽ ചൂട് കൊള്ളുന്ന സ്ഥലമാണ് തലച്ചോർ. ഫിറ്റ്സ് ഉണ്ടാവാറില്ല, അപസ്മാരം. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിൽ അപസ്മാരം വരും. അത് വരാതിരിക്കാൻ ഡോക്ടർമാരൊക്കെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ പറയും ഫൈസൽക്ക? ഫിറ്റ്സ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി, ചൂട് കൂടാതിരിക്കാൻ വേണ്ടി നനച്ചെടുക്കാൻ പറയും, ഐസ് വെക്കാൻ പറയും. അതെപ്പോഴാണ് ഫിറ്റ്സ് വരിക? ശരീരത്തിലെ എല്ലാ അവയവങ്ങളെല്ലാം ചൂടായി ഇപ്പം തലയോട്ടി ചൂടാവും. തലയോട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലേക്ക് ചൂട് പോകുന്ന സമയത്താണ് ഫിറ്റ്സ് വരുന്നത്. പക്ഷെ നമുക്കങ്ങനെ ഫിറ്റ്സ് വരില്ല, കാരണം നമ്മുടെ തലയോട്ടിക്ക് നല്ല കട്ടിയുണ്ട്, കുട്ടികളുടേത് പോലെയല്ല. അതുകൊണ്ടാണ് കുട്ടികളുടെ കട്ടി കുറവുള്ളത് കൊണ്ടാണ് ഉള്ളിലുള്ള തലച്ചോറിലേക്ക് ചൂട് വരുന്നത്. അപ്പൊ ഏറ്റവും ഒടുവിലാണ് എന്ത് ചെയ്യുക? തലച്ചോറ് ചൂട് വരെ. അപ്പൊ കാലിലിട്ട ചെരുപ്പിന്റെ പേരിലുള്ള ചൂട് എവിടെ കൊള്ളുകയാണ്? ശരീരത്തിലെ ഏറ്റവും ലാസ്റ്റ് ചൂട് കൊള്ളുന്ന തലച്ചോറിലേക്ക് കൊള്ളുകയാണ്. അതാണ് ശിക്ഷ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ട്, പല ഉമ്മത്തിലും പലതരത്തിലുള്ള ശിക്ഷകൾ ഇറങ്ങും. മുമ്പുള്ള പല സമൂഹങ്ങളിൽ പല ശിക്ഷകൾ ഇറങ്ങി. കഴിഞ്ഞ 4 ആയത്തുകൾ തന്നെ ബനൂ ഇസ്രായേൽ ഇറങ്ങിയ ശിക്ഷയെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളെ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതരത്തിലുള്ള ശിക്ഷകൾ ഇറക്കുന്നത് രോഗങ്ങളായിട്ടാണെന്ന് തോന്നുന്നു. രോഗങ്ങൾ അല്ലേ? നമുക്ക് പോലും അറിയുന്ന ഒരുപാട് വേർഡല്ലേ. ബൈപ്പാസ്, എന്താ ബൈപ്പാസ് എന്ന് വെച്ചാൽ? വേറെ റോഡിന് പോകുന്നതിനല്ല ബൈപ്പാസ് അറിയാം, മറിച്ച് ഇവിടെ കംപ്ലൈന്റ് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ബൈപ്പാസ്. പണ്ട് വാൾവ് എന്നൊക്കെ പറയാമായിരുന്നു പ്ലംബർമാര്, ഇലക്ട്രീഷ്യന്മാരല്ലേ അല്ലേ? ജനിക്കുപ്പാര പറയല് വാൾവ് എന്നൊക്കെ. ഇപ്പൊ കാർഡിയോളജിസ്റ്റുകളും നമ്മളെ ഹൃദയം നോക്കുന്ന ആൾക്കാരെ വാൾവിനെ പറ്റി പറയാം. പിന്നെന്താ? ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും നമുക്ക് അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡുകളാണ്. എവിടെയെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ബ്ലോക്ക് പുതിയൊരു ടൗൺ റോഡിലല്ല ബ്ലോക്ക്,
നമ്മളെ ശരീരത്തിനകത്ത ബ്ലോക്ക്, ഹൃദയത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, ബ്ലോക്ക് ഉണ്ട് മനസ്സിലാവും, പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നീക്കം ചെയ്തൊക്കെ സ്ട്രോക്ക്, ക്യാൻസർ എല്ലാം നമുക്ക് വളരെയധികം. അപ്പൊ അതിലൊരാൾ പറഞ്ഞ കാര്യമാണ്, ഏറ്റവും ഒടുവിൽ കേരളത്തിൽ 19 പേര് മരണപ്പെട്ടു. എന്താ കാരണം? അതായത് മൂക്കിൽ കൂടി തലച്ചോറിനകത്തിലേക്ക് കയറി പോകുന്ന ഒരു ഫംഗസ്, അമീബിയ ഫംഗസ് എന്ന അതിന്റെ പേര്, മസ്തിഷ്ക ജ്വരം മലയാളത്തിൽ പറയും. അതൊരു മനുഷ്യന്റെ ശരീരത്തിലെ തലച്ചോറിനെ തിന്നു. ആ തിന്നുന്ന സമയത്താണ് മരണം സംഭവിക്കുക. സുബ്ഹാനല്ലാഹ്. ആ വസ്തു നമുക്ക് കാണാൻ പോലും പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യബൂലന്ന അഹദു മിൻകും ഫിൽ മാഇ റാകിദ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അസുഖം എങ്ങനെ വരുന്നത്? കെട്ടിക്കിടക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാതെ നിന്നാൽ, കെട്ടിക്കിടക്കുന്ന നമ്മളെ സ്വിമ്മിംഗ് പൂളുകള്, കുളങ്ങള്, മൂവ് ചെയ്യാത്ത അങ്ങനെ കെട്ടിക്കിടക്കുന്ന ടാങ്കുകൾ വെള്ളം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. വളരെ ചെറിയ, കാണാൻ പോലും പറ്റാത്ത ഫംഗസ് ആണല്ലോ. അത് ഒരു മനുഷ്യന്റെ തലച്ചോറ് തിന്നാണ്. അങ്ങനെ 19 പേര് നമ്മളെ നാട്ടിൽ മരണപ്പെട്ടു. 69-70 പേര് അതിന്റെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. പുറം രാജ്യങ്ങൾ, പുറം ലോകത്ത് നിന്ന് പല ആളുകൾ ഇവിടെ വന്ന് പഠിക്കുന്ന, അവിടെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു വെക്കുന്ന പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ. അപ്പൊ പറഞ്ഞത് ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന അബൂ താലിബിനാണ്. അബൂ താലിബിന്റെ കിട്ടുന്ന ശിക്ഷ ആ തലച്ചോർ എരിപൊരി കൊള്ളലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, നാറകും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം ലികുല്ലി ജുസ്ഉം മിൻഹാ ഹർറുഹാ. ദുനിയാവിലുള്ള തീയും നരകത്തിലുള്ള തീയും തമ്മിലുള്ള വ്യത്യാസം, ദുനിയാവിലുള്ള തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുണ്ടായിരിക്കും നരകത്തിലെ തീ. ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ചൂട്. അപ്പൊ അത് എത്ര വലിയ അദാബിന് അലീമായിരിക്കും, വേദനാജനകമായിട്ട് ശിക്ഷയായിരിക്കും. മനുഷ്യന്മാര് ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഷർറിനും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. വക്കാനൽ ഇൻസാന് അജൂല, മനുഷ്യൻ ഭയങ്കര തിരക്ക് കൂട്ടുന്ന ഒരു ജീവിയാണ്. എന്താ, നമ്മൾ ഖൈറിന് വേണ്ടിയല്ലേ ദുആ ചെയ്യുന്നത്? നമ്മളിപ്പോ ഷർറിന് വേണ്ടി ദുആ ചെയ്യല്, പഠിച്ചോനെ എനിക്ക് ശിക്ഷ ഇറക്കി തന്നെ, രോഗം തന്നെ എന്നപ്പോഴാണ് നമ്മൾ ദുആ ചെയ്യല്? നമ്മളൊക്കെ ചെയ്യലുണ്ട്. അത് ശപിക്കുമ്പോഴാണ്. ശപിക്കുമ്പോൾ ഇപ്പൊ നമ്മളെ മോന്റെ കയ്യിൽ നിന്ന് ഒരു കുരുത്തക്കേട് കണ്ട് നമ്മളവനെ ശപിച്ച്, ശരിക്കും നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? അവനെതിരിൽ ദുആ ചെയ്യലാണ്. പലപ്പോഴും പല കുട്ടികളും ബടക്കായി പോകുന്നതിന്റെ, കുരുത്തം കെട്ടോയ്പാരായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ ഉമ്മമാരുടെ ശാപാണ്. എന്താ പറയല്, കുഴിച്ചിട്ടുമാട്ടെ, നാശം പിടിച്ചവൻ, അടങ്ങാറായവൻ എന്നുള്ള അങ്ങനെയുള്ള വർത്തമാനങ്ങൾ സൂക്ഷിക്കണം. പെണ്ണുങ്ങളോട് അങ്ങനെ പറയരുത് പറയണം. പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുക. മുമ്പ് സൗദി അറേബ്യയിൽ ഇന്നത്തെ ഇമാമിങ്ങളിലൊരാള്, ഇന്നത്തെ ഹറമിലെ ഇമാമായ ഒരു പണ്ഡിതൻ, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയത് എൻ്റെ ഉമ്മാൻ്റെ ദുആ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പണ്ടൊരിക്കൽ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു സൽക്കാരം സംഘടിപ്പിച്ചു. അപ്പൊ സൽക്കാരം സംബന്ധിച്ച് ഞാൻ കുരുത്തക്കേടുകളുള്ളൊരു കുട്ടിയാണ്, ഫുള്ള് ചെറിയ കുഞ്ഞല്ലേ. അപ്പം ഭക്ഷണമൊക്കെ അറബികൾ വലിയ തളികയിലല്ലേ അങ്ങനെ ഭക്ഷണമൊക്കെ വെച്ച്, ഞാൻ എന്ത് ചെയ്തു, പുറത്തു പോയിട്ട് കുറച്ച് പൂയി മണ്ണ് എടുത്തുകൊണ്ടെന്ന് ഈ ഭക്ഷണത്തിലൊക്കെ ഇട്ടു. അപ്പൊ ഗസ്റ്റുകളൊക്കെ വരാനായിട്ടുണ്ട്, അവർക്ക് കഴിക്കാനുള്ള വളരെ വില കൂടിയ ഭക്ഷണങ്ങളാണ്, മധുരവും മറ്റു സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അതിലേക്കാണ് അവസാന സമയം മോൻ വന്നിട്ട് എന്ത് ചെയ്തത്, ചരട് വാരിടുന്നത്, മണ്ണ് വാരിടുന്നത്. ദേഷ്യം കൊണ്ട് എൻ്റെ ഉമ്മ നോക്കി പറഞ്ഞു, അള്ളാ എന്നെ ഹറമത്തിൽ ഇമാമാക്കട്ടെ എന്ന് പറഞ്ഞു. ഉമ്മാക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ അള്ളാ നിന്നെ ഹറമിൽ ഇമാമാക്കട്ടെ എന്ന് പറഞ്ഞു. ആ ദുആ ആയിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് ഓരോ സമയത്തുള്ള ദുആക്കൾ നിസ്സാരമായി ഒരിക്കലും കാണരുത്. കുഴിച്ചിട്ട് വരുത് എന്ന് മക്കളെ പറ്റി ശപിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തലഅനു അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ പറ്റി ശപിക്കരുത്. എന്ത് കഷ്ടകാലത്തിന്റെ അസുഖമാണ് ഇത്, മാറുന്നില്ലല്ലോ, ഇതും കൊണ്ട് മരിക്കും തോന്നുന്നു. അന്ന് സ്വന്തം നഫ്സിനെ പറ്റി ദുആ ചെയ്യാൻ പാടില്ല, ശപിക്കരുത്. വലാ തദുആ അലാ ഔലാദിക്കും, മക്കളെ ശപിക്കാൻ പാടില്ല. വലാ തദുആ അലാ ഖദമിക്കും, നമ്മളെ കീഴിൽ ജോലി എടുക്കുന്ന പണിക്കാരെ ശപിക്കാൻ പാടില്ല. നശിച്ചോട്ടെ, എപ്പോഴും അവനക്ക് അസുഖമാണ്, എന്ത് അസുഖമാണ്, അങ്ങനെ ശപിക്കാൻ പാടില്ല. വലാ തദുആ അലാ അംവാലിക്കും,
കച്ചവടത്തിനെ പറ്റി ശപിക്കരുത്. എന്താ അങ്ങനെ ശപിക്കരുത് എന്ന് പറയാൻ കാരണം നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ നീലിൻ ഫിഹാ അതാഅൻ ഫയുസ്തജാബു ലക്കും. അല്ലാഹു ദുആ സ്വീകരിക്കാൻ വേണ്ടി ചില സമയം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങൾ ഒരാളെ ശപിക്കുന്നതെങ്കിൽ ആ നിങ്ങളുടെ ശാപം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. അത് നമ്മൾ മക്കൾക്ക് വേണ്ടി പറയുന്ന വർത്തമാനാണെങ്കിൽ പോലും. വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമുണ്ടെന്ന് നമ്മൾ പഠിച്ചതല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ മക്കളെ ശപിക്കുന്നെങ്കിൽ ആ സ്വീകരിക്കുക. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഖൈറിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഷെറിന് വേണ്ടി ദുആ ചെയ്യരുത്, മീൻസ് ശപിക്കരുതെന്നാണ്. ഈ ആയത്തിന് മറ്റൊരു അർത്ഥമുള്ളത് അന്നത്തെ കാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തൊക്കെ ഉള്ള അവിശ്വാസികളായിട്ടുള്ള ഒരു ആൾക്കാരുടെ സ്വഭാവമാണ്, നിങ്ങൾ ഇങ്ങനെ ശിക്ഷക്കിറങ്ങും അള്ളാഹ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ ശിക്ഷക്കൊന്ന് ഇറക്കിത്ത. ചരൽക്കല്ല് വരും, കൊടുങ്കാറ്റ് വരും, നൂഹ് അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രളയം പോലുള്ള പ്രളയം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ഇറക്കിത്ത എന്ന് കളിയാക്കാൻ വേണ്ടി പല വിശ്വാസികളും ചോദിക്കും. അതും കൂടിയാണ് ഇവിടെ ഉദ്ദേശം. കാരണം അവർ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നത് ശിക്ഷ ഇറക്കി തരാൻ വേണ്ടിയല്ലേ, ഷർറിനല്ലേ ചോദിക്കുന്നത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഇദ് ഖാലുല്ലാഹുമ്മ, മക്കത്തെ മുശ്രിക്കീങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയായിരുന്നു, ഇൻകാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇന്ദിക്, നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ചരൽക്കല്ല് ഇറക്ക്. ആകാശത്ത് നിന്ന് കല്ല് വീത്തിയിട്ട് അബ്രഹത്തിനെ നശിപ്പിച്ചു എന്നല്ലേ പറയുന്നത്, അങ്ങനെ അതൊന്ന് ഇറക്കും. അവിഅതിനാ ബിഅദാബിൻ അലീം, വേദനയുള്ള ശിക്ഷ ഒന്ന് ഞങ്ങൾക്ക് കൊണ്ടുവാ എന്ന് അവർ പറയായിരുന്നു. അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അങ്ങനെയുള്ള അത്രത്തോളം അള്ളാഹു നബിതങ്ങളെ കളിയാക്കി സംസാരിച്ച മക്കത്തെ ഖുറൈശികൾക്ക് നേരിട്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് ചരൽക്കല്ലോ പ്രളയോ പോലുള്ള ശിക്ഷ ഇറങ്ങാത്തതിന്റെ പിറകിലുള്ള കാരണം വഅൻത ഫീഹിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ പേരിലാണ്. വീണ്ടും ഖുർആൻ പറയുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവരിൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്തും ശിക്ഷ ഇറങ്ങൂല. ഇപ്പൊ ഒരു നാട്, ഒരു ജനം, അതിൽ പല ഹറാമുകൾ വ്യാപിച്ചു, അവിടെ ശിക്ഷ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആൾക്കാരുള്ളതിന്റെ പേരിൽ, അവരുടെ ഇസ്തിഗ്ഫാറിന്റെ പേരിൽ ആ ദുആക്കൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് നീക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള ശിക്ഷകൾ ഇറങ്ങും. നമ്മൾ കാണുന്ന ഈ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ അതിന്റെ പേരിൽ ഇറങ്ങുന്നതാണ് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. വേറെ ആരെ നാട്ടിലും ഇല്ലാത്തൊരു അസുഖം, നിപ്പ പോലുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു. എന്നിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന് പഠനം നടത്തുന്നു. ഭയപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ശിക്ഷകൾ ഉണ്ടാകുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. രാത്രിയെയും പകലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ആയത്തുകളാക്കിയിരിക്കുന്നു, ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. ഇപ്പൊ ഖുർആനിലുള്ള കാര്യങ്ങളെയല്ലേ നമ്മൾ ആയത്ത് എന്ന് പറയുക. ഇതുപോലെയാണ് ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും നക്ഷത്രങ്ങളെയൊക്കെ അള്ളാഹു ആയത്തുകളാന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ആയത്തുകൾ നമ്മൾ എത്രത്തോളം ചിന്തിക്കുകയും ഫിക്ർ ചെയ്യുകയും വേണോ, അതുപോലെ തന്നെ ആകാശത്തെക്കുറിച്ചും നക്ഷത്രത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അതിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയും നോക്കൂ, അള്ളാഹു പറയും നോക്കൂ, ഫമഹൗനാ ആയത്തൽ ലൈലി വജഅൽനാ ആയത്തൻ നഹാർ, രാത്രി ഇങ്ങനെ മൂടി നിൽക്കുന്ന സമയം, ഏകദേശം ഒരു 5:30 സമയം, രാത്രി ഇരുള് മൂടി നിൽക്കുന്ന സമയം. ആ സമയത്ത് ആ രാത്രിയിലെ ഇരുളിനെ ഞാൻ മായ്ച്ചു കളയുന്നു. വജഅൽനാ ആയത്തൻ നഹാർ, എന്നിട്ട് പകലിന്റെ വെളിച്ചത്തെ ഞാൻ കൊണ്ടുവരുന്നു. വൈകുന്നേരമായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വെളിച്ചം കത്തി നിൽക്കുന്ന സമയത്ത് ആ പകലിലെ വെളിച്ചത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മെല്ലെ ഒരു മായ്ക്കുന്നത് പോലെ, മഹായ മഹ എന്ന അറബി പദത്തിനർത്ഥം മായ്ക്കുക എന്ന. ഡസ്റ്റർ ഇല്ലേ, നമ്മളെ ചോക്ക് എഴുതിയിട്ടുണ്ട് മായ്ക്കുന്ന സാധനത്തിനാണ് മിംഹാത്ത് എന്ന അറബി പറയാം, ഡസ്റ്റർ, മായ്ച്ചുകളെ. അപ്പൊ ചോയ്ക്ക് ബോർഡിൽ എങ്ങനെ ഒരു കച്ചറ എങ്ങനെ മായ്ക്കുന്നത് പോലെ ഇരുളിന് ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്, പകലിങ്ങനെ മാഞ്ഞു പോവുകയാണ്. ഇങ്ങനെ മാഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, മാറി വരുന്നു. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായി പറയുന്ന കാലാണ് രാത്രിയും പകലും മാറി മാറി വരുന്നു. ഭൂമിയിലുള്ള കാലാവസ്ഥകൾ മാറി മാറി വരുന്നു. നിങ്ങളൊരു വലിയ ഒരു വിശാലമായ സ്ഥലത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചുകാലം പച്ചപ്പുണ്ടാവും, അതിനുശേഷം അത് ഉണങ്ങും. അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. പകലും രാത്രിയും മാറി മാറി വരും, സൂര്യനും ചന്ദ്രനും മാറി മാറി വരും. മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഈ മാറ്റം സംഭവിക്കും. ആദ്യം നുത്ഫത്തായിരുന്നു, പിന്നെ അലക്കത്തായി, പിന്നെ ഭ്രൂണായി, പിന്നെ ഇത് കുറച്ച് വലുപ്പം ഇറച്ചി കഷ്ണായി, പിന്നെ എല്ല് വന്നു, പിന്നെ കുഞ്ഞായി, അത് വളർന്നുകൊണ്ടേയിരുന്നു. അത് പിന്നെ യൗവനത്തിലെത്തി, ഏറ്റവും ഒടുക്കൽ വാർദ്ധക്യത്തിലെത്തി, പിന്നെ മരിച്ചു, അത് ചീഞ്ഞളിഞ്ഞു, മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഇഖ്തിലാഫ് എന്നാണ് അറബിയിലെ പറയുക. ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും മാറ്റം സംഭവിക്കും. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും മാറ്റം സംഭവിക്കും. അള്ളാഹുവിന് മാറ്റം സംഭവിക്കില്ല. ഇപ്പൊ നമ്മൾ മനുഷ്യന്റെ ശരീരം മരിച്ചു. മനുഷ്യന്റെ ശരീരമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള 2 ജീവികളുണ്ട്. ആ ജീവികളുടെ പേര് മാഗ്ഗറ്റ്സ് എന്നും ഗ്ലോഫ്ലൈറ്റ്സ് എന്നുമാണ്. എന്താ ഈ 2 ജീവികള്? നമുക്ക് നല്ല ബന്ധമുള്ള 2 ജീവികളാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നല്ലേ, മാഗ്ഗറ്റ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അത് ഒരു പ്രാവശ്യം സെർച്ച് ചെയ്താൽ പിന്നെ നമ്മൾ സെർച്ച് ചെയ്യില്ല. അതെന്താ വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ഹിസാബും ആഖിറത്തൊക്കെ എളുപ്പാക്കി തരട്ടെ. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഡെഡ് ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ഒരു പ്രാണി വരും. ആ പ്രാണിയുടെ പേരാണ് ഗ്ലോഫ്ലൈറ്റ്സ്. അതൊരു ഈച്ചയാണ്. സാധാരണഗതിക്ക് നമ്മൾ കാണുന്ന ഈച്ച. ആ ഈച്ച, മരിച്ച മയ്യത്തിനോട് ഈച്ച വന്നിരിക്കുന്നില്ലേ, ഈച്ച വെറുതെ വന്നിരിക്കുകയല്ല. ആ വന്നിരിക്കുന്ന ഈച്ച മനുഷ്യന്റെ ശരീരത്തിൽ മുട്ടയിടും. ആ മുട്ടയുടെ ലാർവ വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾക്കാണ് മാഗ്ഗറ്റ്സ് എന്ന് പറയുക. ആ പുഴുക്കളെ കണ്ടാൽ സുബ്ഹാനല്ലാഹ് നമുക്ക് പിന്നെ അതിലേക്ക് നോക്കാൻ തോന്നൂല. ആ പുഴുക്കള് മനുഷ്യ ശരീരം ഭക്ഷിക്കും. മണ്ണിൽ കിടത്തിയതിനു ശേഷം മനുഷ്യ ശരീരം മണ്ണിൽ ലയിക്കുന്നത് ഈ മാഗ്ഗറ്റ്സ് എന്ന് പറയുന്ന പുഴുക്കളെ ഉപയോഗിച്ചിട്ടാണ്. ആ പുഴുക്കളുടെ പ്രത്യേകത, ജീവനുള്ള ഒരു മനുഷ്യനെ പോലും ആ പുഴുവിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്തിനകം അതിനെ ആ മുഴുവൻ ഇറച്ചി തിന്ന് തീർക്കാൻ പറ്റും. ജീവനുള്ള ഒരു കോഴി ഇട്ടുകൊടുത്താൽ പോലും ആ മാഗ്ഗറ്റ്സ് എന്ന് പറയുന്ന പുഴുക്കൾ, അതൊന്നും ലക്ഷക്കണക്കിന് വരുന്നതാണ്, കോടിക്കണക്കിന് എണ്ണം വരുന്നതാണ്. ആ പുഴുക്കൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും, അത് കാണാൻ പറ്റും. ആ പുഴു എങ്ങനെയാണ് ഓരോ സാധനം തിന്നുന്നത്. ഒരു ഫ്രൈഡ് ചിക്കന്റെ കഷ്ണം ഇട്ടെടുത്ത് സെക്കൻഡുകൾക്കകം അങ്ങനെ തിന്ന് തീർക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും, കാലങ്ങളിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ മാറ്റമില്ലാതെ നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, അള്ളാഹു റബ്ബ് മാത്രമാണ്. അപ്പം എന്തിനാണിത്? മുബ്സിറത്തൻ ലിതബ്തഗു ഫളൻ മിർ റബ്ബിക്കും. അള്ളാഹു രാത്രിയെ മാറ്റി പകലിനെ കൊണ്ടുവന്നത് നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. പകലുകൾ നിങ്ങൾ റബ്ബിന്റെ ഫള് തേടിപ്പോവാൻ, പകല് നിങ്ങൾ പണിയെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, വർഷങ്ങളും സമയവും ഒക്കെ നിങ്ങൾ കണക്കാക്കാൻ വേണ്ടി അല്ലേ. ഈ സൂര്യനും ചന്ദ്രനൊന്നും നിസ്സാരമല്ലല്ലോ, വെറുതെ അല്ല. ഇതിനെ കൊണ്ട് നമുക്ക് എത്ര ഉപകാരമാണ്. ഒരു പകലും കാലം സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ അന്ന് പകൽ നമ്മൾ എത്ര ലൈറ്റ് കത്തിക്കേണ്ടി വരും. ഭൂമിയിൽ നമ്മൾ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന കരണ്ട് മതിയാവും അതിന്? ഇല്ലല്ലോ, എത്ര ലൈറ്റ് കത്തിക്കേണ്ടി വരും. ഈ സൂര്യനിങ്ങ് പോകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വെളിച്ചങ്ങൾക്ക് വേണ്ടി നമ്മൾ ലൈറ്റുകൾ കത്തിക്കേണ്ടി വരുന്നത്. വെളിച്ചം ഒരു ഉപകാരം മാത്രമാണ് സൂര്യന്റെ, അതിലുപരിയായിട്ട് എത്ര ഉപകാരങ്ങളാണ്. ഈ വെളിച്ചം കിട്ടുന്ന എത്ര കിലോമീറ്റർ ദൂരത്തു നിന്നാണെന്ന് അറിയോ? 14.69 കോടി കിലോമീറ്റർ ദൂരത്തു നിന്നാണ് സൂര്യന്റെ വെളിച്ചം വരുന്നത്. 15 കോടി കിലോമീറ്റർ ദൂരം, 15 കോടി കിലോമീറ്റർ. ഈ ഭൂമിക്ക് മൊത്തം ടോട്ടൽ എത്ര കിലോമീറ്റർ ഉള്ളതെന്ന് അറിയോ? 40,000 കിലോമീറ്റർ ഉള്ളൂ. എത്ര? 40,000 ഭൂമി മൊത്തം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ നിന്ന് പുറപ്പെട്ട് ഭൂമി ചുറ്റി ഞാൻ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വരണമെങ്കിൽ 40,000 കിലോമീറ്റർ ഉള്ളൂ. അതേ സമയമാണ് സൂര്യനിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ 15 കോടി കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. അവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത്. അത് ചില്ലറയാണ്. ഇപ്പൊ ഈ പകലിന്റെ വെളിച്ചം മാത്രമല്ല, ഇവിടെ രാത്രിയെ പറ്റി പറഞ്ഞു. രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചം സംവിധാനിച്ചിട്ടുണ്ട്. രാത്രി നമുക്ക് വെളിച്ചം തരാൻ വേണ്ടിയാണ് എന്തുള്ളത്? ചന്ദ്രൻ. ഇന്നത്തെ കാലത്തൊന്നും അത് നമുക്ക് വലിയ ഗൗരവമായിരുന്നില്ല. പണ്ടത്തെ കാലത്തൊക്കെ വലിയ ഗൗരവമില്ലേ? പണ്ടത്തെ കാലത്ത് കല്യാണമൊക്കെ പൗർണമി രാവിലെ അല്ലേ നോക്കിയിട്ട്, നിലാവുള്ള രാത്രി നോക്കിയല്ലേ കല്യാണം വെക്കുക. ഈ ചൂട്ടൊക്കെ പെട്രോൾ മാക്സ് ലൈറ്റൊക്കെ കത്തിച്ച് കല്യാണത്തിന് പോയതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ഉമ്മാന്റെയും ഒക്കെ കല്യാണത്തിന്റെ ഫോട്ടോ ആൽബത്തിൽ പെട്രോൾ മാക്സ് അന്നൊക്കെ ഈ 14 രാവ് നോക്കിയിട്ട്. കാരണം ചന്ദ്രൻ ഉണ്ടാവും, നിലാവുണ്ടാവും, നിലാവത്തെ ആൾക്കാർക്ക് വരാൻ പോകും. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പണ്ടത്തെ കാലത്തെ ചന്ദ്രനുള്ളൂ, ഇന്ന് ചന്ദ്രന്റെ ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ചന്ദ്രൻ ഏതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ യാത്ര ചെയ്തിരുന്നത്, കടലുകൾ യാത്ര ചെയ്തിരുന്നത് ഈ ചന്ദ്രനെ നോക്കിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എന്താ ഈ ചന്ദ്രനെ കൊണ്ടുള്ള ഉപകാരം? വേലി ഇറക്കവും വേലി കയറ്റവും. അതായത് കടലിൽ വെള്ളം കൂടുകയും കുറയുകയും പുഴകളിൽ വെള്ളം നിറയുകയും കുറയുകയും ചെയ്യുന്ന വേലിയേറ്റത്തിന് ഈ ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണ്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുക്കുവന്മാർ മീൻ പിടിക്കാൻ പോവുകയും മീനുകൾ ഇര പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. മീൻസ് ഭൂമിയുടെ 2/3 കടലാണ്. ഈ കടലിന്റെ ആവാസ വ്യവസ്ഥ നിലകൊള്ളുന്നത് ചന്ദ്രന്റെ മുകളാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഈ സൂര്യനെ മതി, ഈ ചന്ദ്രൻ ഇല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളെ മനുഷ്യരെക്കാൾ അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്ന എത്ര ജീവികളുണ്ടോ അതിന്റെ ഇരട്ടിയിലധികം ഉണ്ട് കടലിൽ ജീവിക്കുന്ന ജീവികൾ. അവകളെല്ലാം ജീവിക്കുന്ന ഈ ചന്ദ്രനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. എന്ന് മാത്രമല്ല, ഈ കരയിൽ ഈ പുതിയതൊരു ജീവിക്കുന്ന നമുക്ക് രാത്രി ചന്ദ്രന് വേണ്ട. പക്ഷെ കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്കോ, രാത്രി മാത്രം ഇരപിടിക്കാൻ ഇറങ്ങുന്ന പക്ഷികൾക്കോ, ഓർക്കൊക്കെ ചന്ദ്രന്റെ വെളിച്ചം വേണം. അവർ നിലാവുള്ള രാത്രികൾ നോക്കിയിട്ടാണ് ഇരപിടിക്കാൻ വേണ്ടി ഇറങ്ങുക. ഈ രാത്രി കണ്ണു കാണാത്ത ജീവികളുടെ കാര്യമായിട്ടാ പറയുന്നത്. എന്ന് മാത്രല്ല, ഇപ്പൊ നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ട്. നമ്മുടെ ഭൂമി കറങ്ങുന്നത് മണിക്കൂറിൽ 1600 കിലോമീറ്റർ സ്പീഡിലാണ് കറങ്ങുന്നത്. ഭൂമിന്റെ കറക്കം ആ കൃത്യം കണക്ക് പോകുന്നതുകൊണ്ടാണ് ആ ക്ലോക്ക് കറക്റ്റായിട്ട് ഓടുന്നത്. മീൻസ് 24 മണിക്കൂർ ഒരു ദിവസത്തിൽ സംഭവിക്കും. ഭൂമി ആ സ്പീഡിൽ ഓടണം. ഒരു മണിക്കൂറിൽ 60 സെക്കൻഡ് ഉണ്ടാവും. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്, ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ടാവും. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് ആ ക്ലോക്ക് ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഭൂമി കൃത്യം കണക്കിൽ ഓടണം. ഒരു മണിക്കൂറിൽ 1600 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. അതൊരൊറ്റ സ്പീഡ്, 1 കിലോമീറ്റർ സ്പീഡ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പൊ ഇത് കറങ്ങുന്ന സമയത്ത് ഭൂമിയുടെ ബ്രേക്കാണ് ചന്ദ്രൻ എന്ന് പറയും. ഭൂമിയുടെ ബ്രേക്കാണ് ചന്ദ്രൻ. കാരണം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3 ലക്ഷം കിലോമീറ്റർ ദൂരത്താണ് നിലകൊള്ളുന്നത്. സൂര്യൻ അത്ര ദൂരത്തല്ല. ഈ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലമുള്ളതിന്റെ പേരിലാണ് ഭൂമിക്ക് 1600 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ആ ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ സ്പീഡ് കൂടുകയായിരുന്നു, കുറയായിരുന്നു. അങ്ങനെ കൂടുകയോ കുറയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്കാക്കുന്ന പോലെ വർഷം സംഭവിക്കൂല, നമ്മൾ കണക്കാക്കുന്ന പോലെ ദിവസം സംഭവിക്കൂല. എന്ന് മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ ചൂടുകാലം വരുന്നു, ഇനിയിപ്പോ തണുപ്പ് കാലം വരാൻ പോവാണ്, മഴക്കാലം വരുന്നു, കാലാവസ്ഥകൾ മാറി മാറി വരുന്നു. ഇത് മാറി വരുന്നതിന് കാരണം ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. ഭൂമി ഇങ്ങനെയല്ല, ഭൂമി ഇങ്ങനെ ചരിഞ്ഞിട്ട് നിൽക്കുന്നത്. ഭൂമിയുടെ ടിൽറ്റ് എന്നാ അതിന് പറയുക. ആ ചരിവ് അങ്ങനെ നിൽക്കുന്നതിന്റെ പിറകിലുള്ള കാരണം ചന്ദ്രൻ ഉള്ളതിന്റെ പേരിലാണ്. ചന്ദ്രൻ ഇവിടെ നിൽക്കുന്ന അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന നമ്മൾ കാണാത്തൊരു ഗുരുത്വാകർഷണം ഉണ്ട്. ഇതിന്റെ പേരിലാണ് ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. അതിന്റെ പേരിലാണ് നമുക്ക് ഈ മഴ കിട്ടുന്നതും കാലാവസ്ഥ സംഭവിക്കുന്നതൊക്കെ. അപ്പൊ ഇതൊന്നും വെറുതെ അല്ല ഖുർആൻ പറയുന്നതും, ഖുർആൻ നമ്മൾ ഉണർത്തുകയും ചെയ്യുന്നത്. അള്ളാഹു നമ്മൾ സൂറത്തുൽ നബയിൽ നമ്മൾ പഠിച്ചില്ലേ, വജഅൽനാ നൗമക്കും സുബാത വജഅൽനാ അൽ-ലൈല ഇബ്സാ വജഅൽനാ അൻ-നഹാറ മആശ. പകലുകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു സൂര്യനെ കൊണ്ടിട്ട് വെളിച്ചം സംവിധാനിച്ചു. രാത്രി നിങ്ങൾക്ക് നന്നായി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ സംവിധാനിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറി. പാതിരാവി 12 സമയത്തും 2 മണിക്കൊക്കെ പുതിയൊരുവിലും കണ്ണൂരൊക്കെ ചായയും കോക്ടെയിലൊക്കെ കുടിക്കാൻ കുട്ടികളെ കാണാൻ പറ്റും. 2 മണിക്കും 1 മണിക്കൊക്കെ കുട്ടികൾ സുബൈന്റെ സമയത്ത്, സുബ്ഹാനല്ലാഹ്, 4 മണി സുബൈന്റെ സമയത്ത് ഞാൻ ഇരിക്കാൻ പോവുക ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ബൈക്കിൽ 3 കുട്ടികൾ സ്പീഡ് പോകുന്നു. അപ്പൊ ആ സമയത്തൊക്കെ 3 പേര് ഇങ്ങനെ ഉഷാറായി പോകണമെങ്കിൽ അത്രയും നേരം ഉറങ്ങിയിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഉറങ്ങിക്കണ്ട ഒരു ചടപ്പോടുകൂടി, ഉറക്കച്ചടപ്പോടുകൂടിയല്ലേ, അത് ഭയങ്കര അപകടമാണ്. ഇന്ന് ജീവിക്കുന്ന നമ്മുടെ പുതിയ തലമുറ ഒന്നും, നിങ്ങളൊക്കെ ജീവിക്കുന്നില്ല 60 വയസ്സൊന്നും പോകൂല, കൂടി പോയി 30-35 പോവോ. കാരണം എന്താ? കൃത്യമായിട്ടുള്ള രാത്രിയുടെ ഉറക്കം നടന്നിട്ടില്ലെങ്കിൽ ഹൃദയ പ്രശ്നം വരും. ഈ ചെറിയ കുട്ടികളൊക്കെ 30-35 വയസ്സുള്ള കുട്ടികളൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചോന്നില്ലേ? അത് വെറുതെ അല്ലേ, രാത്രികാലം ഉറങ്ങാത്തോണ്ടാ. ഖുർആൻ പറഞ്ഞ രാത്രി ഉറങ്ങണം, പകൽ നിങ്ങൾ പണിയെടുക്കണം എന്നാണ്. അതിന് പകരമായിട്ട് പുതിയ കാലത്ത് മനുഷ്യന്മാരുണ്ടാക്കിയ ലൈഫ് സ്റ്റൈലാണ് നൈറ്റ് ലൈഫ്. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി വരുന്നേ ഉള്ളൂ. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലും ഗൾഫിലൊക്കെ അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതങ്ങനെ ചെയ്യാനേ പാടില്ല എന്നാണ്. എത്ര ചൂട് പകലുണ്ടെങ്കിൽ പോലും രാത്രി കിടന്നുറങ്ങണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ അതല്ല നമ്മൾ പറയുന്നത്, അതല്ല നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞത്. ഖുർആൻ ഏറ്റവും ശരീരമൊക്കെ മനുഷ്യന് വഴി കാണിക്കുക. അതിന് നേരെ ഉൾട്ട ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിന് ആഘാതം സംഭവിക്കും. മനുഷ്യ ശരീരത്തിന് വിശ്രമം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നം വരും, ഹാർട്ട് അറ്റാക്ക് വരും. രാത്രി 6 മണിക്കൂർ ഉറങ്ങുന്നതിന് പകരം പകല് 12 മണിക്കൂർ ഉറങ്ങിയാൽ പോലും എന്ത് ചെയ്യില്ല, അത് മാറൂല, ക്ഷീണം മാറൂല.
അപ്പൊ പകലിനെ ആക്കിയത് ഉറങ്ങാൻ പണിയെടുക്കാൻ, രാത്രി ആക്കിയത് വകുല്ല ഷൈഇൻ ഫസ്സൽനാഹു തഫ്സീല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. വകുല്ല ഇൻസാന് അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നിർണയിച്ചിട്ടുണ്ട്. നമ്മുടെ ഖദർ, നമുക്ക് എന്തൊക്കെ കിട്ടും, നമുക്ക് എന്തൊക്കെ ഭക്ഷണം കിട്ടും, നമുക്ക് എന്തൊക്കെ വസ്ത്രം കിട്ടും, നമ്മുടെ എല്ലാം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യർക്കും അവരുടെ നന്മകളും തിന്മകളും എഴുതിയ ഗ്രന്ഥങ്ങൾ അവർക്ക് വായിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കും. മൻശൂറ എന്ന് പറഞ്ഞാൽ തുറന്നിട്ട് കൊടുക്കും. എന്നിട്ട് അവരോട്, നമ്മളോട് പറയപ്പെടും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നിന്റെ ബുക്ക് നീ തന്നെ വായിച്ചു, അതിന്റെ കണക്ക് നീ തന്നെ നോക്കിക്കുക, നീ മതി അത് നോക്കാൻ. ഉദാഹരണത്തിന് നമ്മൾ സ്ഥലത്തിന്റെ എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം എഴുതി കണക്കാക്കിയതിന് ശേഷം അതൊന്ന് വായിക്കാൻ നമുക്ക് തരും, അവസാനം ഒപ്പിടാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ കുറ്റം ചെയ്തതിന്റെ FIR ഒക്കെ എഴുതിയതിന് ശേഷം ഒന്ന് വായിക്കാൻ തരും. ഒന്ന് വായിച്ചു നോക്ക്, അതിനെ പറ്റി എഴുതിയ കുറ്റങ്ങളൊക്കെ അതാണ്. പോലീസ് FIR ഒക്കെ എഴുതിയതിന് ശേഷം എന്തെങ്കിലും എതിരായിപ്പോണ്ട് അതിന് ശേഷം എന്തെങ്കിലും ഒപ്പിടാൻ എന്ന് പറയുന്നത് പോലെ നീ ചെയ്ത നന്മകളും തിന്മകളൊക്കെ എഴുതിയ പുസ്തകത നീ തന്നെ നോക്കിയിട്ട് കണക്ക് നോക്കിയാൽ മതി. അതിന് നീ CA ആണെന്നോ നീ ഇതൊന്നും പഠിക്കണം എന്നൊന്നും ആവശ്യമില്ല, നിനക്ക് നോക്കിയാൽ തന്നെ തിരിയും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യന്റെയും ഗ്രന്ഥങ്ങൾ തരും. എന്നിട്ട് അല്ലാഹു പറയാണ്, മനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ആരെങ്കിലും നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് കൊള്ളാം എന്നാ അതിന്റെ അർത്ഥം. മനിഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വെച്ചാൽ ആരെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അവന് കൊള്ളാം, വേറെ ആർക്കുമല്ല, ഓൻക്ക് തന്നെ ഉപകാരപ്പെടും. വമല്ലല്ല ഫഇന്നമാ യളുല്ലു അലൈഹി. ബടക്കാനാണ് ഉദ്ദേശമെങ്കിൽ നീ ബടക്കായിക്കോ, അത് നിനക്കെന്നാണ് അടങ്ങാറ്. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ. ഒരാളും മറ്റൊരാളുടെ കുറ്റഭാരം ചുമക്കൂല. ഇപ്പൊ ഞാൻ ചെയ്തതിന്റെ കുറ്റങ്ങൾ എന്റെ ഭാര്യ ഏറ്റെടുക്കണ്ടില്ല, എന്റെ മക്കളെ ഏറ്റെടുക്കണ്ടില്ല, അങ്ങനെ ആരും ഏറ്റെടുക്കൂല എന്നാണ്. തങ്ങന്മാരെ ഏറ്റെടുക്കൂല, ഉസ്താദ് ഏറ്റെടുക്കൂല. നിങ്ങൾ ആരുടെയും ശിക്ഷകളോ നന്മകളോ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉപകാരപ്പെടും. ഒരാൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ. ഒരാളൊരു നന്മ പഠിപ്പിച്ചു കൊടുത്തു, അത് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. അതേ സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു തിന്മ പഠിപ്പിച്ചു തന്നു, നിങ്ങളിൽ ഒരാളെങ്കിലും ഞാൻ കള്ളുകുടിയനാക്കി, നിങ്ങൾ ആരെങ്കിലും കൂടെ കൂട്ടിയിട്ട് ഞാൻ കള്ളുകുടിക്കാൻ പഠിപ്പിച്ചു, ജീവിതകാലം മൊത്തം അയാൾ കള്ളുകുടിക്കുന്നതിന്റെ കുറ്റം എനിക്ക് കിട്ടും. വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. നാം ഒരു എല്ലാ ജനതകളെയും ശിക്ഷിച്ചത് അവരിലേക്ക് അള്ളാഹുവിന്റെ ഖുർആനുകളും അള്ളാഹുവിന്റെ സന്ദേശവും എല്ലാം എത്തിക്കുന്ന നബിമാരും അവരെ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ നരകത്തിലേക്ക് ആളുകൾ ഇടപെടുന്നതിനെ കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. ഓരോ വിഭാഗം കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് ഇടപെടുന്ന സമയത്ത് നരകം ആ ഇടപെടുന്ന അവിശ്വാസികളോട് ചോദിക്കും, അലം യഅതികും നദീർ. നിങ്ങൾക്ക് നന്മ പറഞ്ഞവരാരും വന്നിട്ടില്ലായിരുന്നു? അള്ളാഹിനെ പേടിക്കണം, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം, സൂക്ഷിക്കണം, ജീവിതത്തിൽ തഖ്വ ഉണ്ടാവണം എന്ന് പറഞ്ഞുതരാൻ ഒരാൾ വന്നിട്ടില്ലേ? അപ്പൊ ആ നരകത്തിൽ വീഴുന്ന ആൾക്കാരുടെ മറുപടി എന്താ? ഖാലു ബലാ ഖദ് ജാഅനാ നദീർ. നമ്മളോട് ഒരാൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരുന്നു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ. പക്ഷെ അതൊക്കെ കേട്ട് ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല നമ്മൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവസ്ഥയിൽ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറം സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക